കേട്ടോ. വേറെ ഒന്നും മാറ്റില്ല. അതിന്റെ ടൈല് മാത്രം മാറ്റിയിട്ട് വുഡന്റെ ടെക്സ്ചറായി. അപ്പൊ ഈ രീതിയിലേക്ക് വരുമ്പോഴത്തേക്ക് എങ്ങനെയാണെന്നുള്ളതാണ്. ഇങ്ങനെ ടൈലിംഗ് ഒക്കെ എടുക്കാൻ നേരത്ത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് സംശയമുണ്ടോ? അവസാനം ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇത് നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് ആണോ കിട്ടുന്നത് എന്നുള്ളത്. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ടൂളാണ് ഈ ടൂള്. നമുക്ക് അപ്ലോഡ് ചെയ്ത ശേഷം നമുക്ക് ഭിത്തി ആണെങ്കിൽ ഭിത്തി അല്ലെങ്കിൽ ടൈലാണെങ്കിൽ ടൈൽ എന്ത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അതിന്റെ കളറും കാര്യങ്ങളൊക്കെ മാറ്റാൻ പറ്റുന്ന ഒരു ടൂളാണിത്. ഇപ്പൊ നമുക്കൊരു മാർബിളിന്റെ ഒരു റൂം എടുത്ത് വിചാരിച്ചോ, ഈ ലിവിംഗ് റൂം. ഈ ലിവിംഗ് റൂമിനകത്ത് നമുക്ക് മാർബിളിന് പകരം വുഡനാണ് നമ്മൾ ഇടുന്നതെങ്കിൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത്. നമ്മൾ ഫുള്ള് വുഡൻ ഇട്ടതിന് ശേഷമാണ് നമ്മൾ നോക്കിയിട്ട് ആക്കണമെങ്കിലോ ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടു വരത്തില്ല അല്ലെ. എന്നിട്ട് നമുക്ക് നേരെ ഈ എ ടൂളിലേക്ക് പോവാം. എ ടൂളിന്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. വേറെ എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് നോക്കണം കേട്ടോ. വേറെ ഒന്നും മാറ്റില്ല. അതിന്റെ ടൈല് മാത്രം മാറ്റിയിട്ട് വുഡന്റെ ടെക്സ്ചറായി. അപ്പൊ ഈ രീതിയിലേക്ക് വരുമ്പോഴത്തേക്ക് എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ഈ സോഫയുടെ കളർ ഇതുമായിട്ട് ചിലപ്പോൾ മാച്ചിങ് ആയിട്ട് തോന്നില്ല. ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സോഫയുടെ കളർ മാറണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റം വരുത്താം. അപ്പൊ അതിന് ജസ്റ്റ് ഇതിനകത്ത് തന്നെ നമുക്ക് കളറും കാര്യങ്ങളും മാറുന്ന രീതിയിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. കണ്ടോ? അപ്പൊ ഇതിനകത്ത് നമുക്ക് ഇതിനനുസരിച്ചുള്ള മാച്ചിങ്ങിലേക്ക് സോഫ ആക്കണം എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ? ഓട്ടോമാറ്റിക് ആയിട്ടുണ്ട്. അതിന്റെ കളർ മാറുന്നുണ്ട്. അപ്പൊ നമ്മൾ ഏത് കളറാണെന്ന് നമ്മൾ പറഞ്ഞില്ല. ജസ്റ്റ് ഇതിന് മാച്ചിങ് ആയിട്ടുള്ള രീതിയിലേക്ക് കളർ മാറണം എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് കളർ മാറി. ഈ രീതിയിലേക്കൊക്കെ വരുന്ന രീതിയിലേക്ക് നമുക്ക് എ ടൂളുകൾ അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ച് ഇതിന് നിഴല് വന്നേക്കണുണ്ടോ? നമുക്ക് കാണുമ്പോൾ അറിയാം. ആ ഒരു കൃത്യമായിട്ട് നിഴലും കൂടെ വരുന്ന രീതിയിലേക്കുള്ള ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഇമേജ് ആയിട്ടാണ് വരുന്നത്. ഈ രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. അതായത് ഏറ്റവും വലിയ പ്രയോജനം വെച്ചാല് ഈ ഇന്റീരിയർ ചെയ്യുന്ന ആളുകൾക്ക് മെറ്റീരിയൽ സെലക്ട് ചെയ്യാൻ വേണ്ടി ഏറ്റവും എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് ഈ ടൂളോട് ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനം. അതുപോലെ തന്നെ വീട് വെക്കാൻ പോകുന്ന ആളുകൾക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽ മാറ്റി മാറ്റി നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മെറ്റീരിയൽ ഏതാണെന്ന് മനസ്സിലാക്കി സെലക്ട് ചെയ്യാൻ ഇതുവഴി സാധിക്കും. ഇത് എല്ലാ ഇന്റർനാഷണലി ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു എ ടൂളാണ്. അതിന്റെ മലയാളം വെർഷനിലേക്ക് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. എങ്ങനെയാണെന്നുള്ള ഡെമോൺസ്ട്രേഷൻ വീഡിയോ ഉണ്ട്. അതുകൂടാതെ നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽ ആയിട്ടുള്ള നോട്ടുകളുണ്ട്. മലയാളത്തിലുള്ള നോട്ടുകളുണ്ട് 100 ഉണ്ട്. അതെല്ലാം ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ആദ്യം രജിസ്റ്റർ ചെയ്ത് ജോയിൻ ചെയ്യുന്ന 50 പേർക്ക് വെറും 490 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു മലയാളം ക്ലാസ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് അതുപോലെ തന്നെ നിങ്ങൾക്ക് 7 ഡേയ്സിന്റെ ഫ്രീ ആയിട്ടുള്ള അൺലിമിറ്റഡ് ട്രയലും കൂടെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാനുള്ള അവസരം ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്ത് ജോയിൻ ചെയ്യുക. ക്ലാസ് നേരിട്ട് കാണാം. താങ്ക് യു. വീട് വെക്കാൻ പോകുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് ഒരു കാരണവശാലും അനാവശ്യമായിട്ട് തെറ്റായിട്ടുള്ള സാധനങ്ങൾ നിങ്ങൾ മേടിച്ച് കാശ് കളയരുത്. ഇതേപോലെ ക്രമീകരിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം നിങ്ങൾ ആ മെറ്റീരിയലും കാര്യങ്ങളും സെലക്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ